4 ദിവസം ഇവിടെ നിന്നു. അൽഹംദുലില്ലാ. അങ്ങനെ വരുന്നവർക്കെല്ലാം അവർ കയറി റൂമിൽ കയറിയിട്ട് സംസാരിക്കുന്നത് എന്താണെന്ന് അറിയുന്നില്ല. അവരുടെ കാര്യങ്ങൾ പറയുന്നു. അവരുടെ കാര്യങ്ങൾ പറയുന്നു. അത് വേണ്ട ഇത് വേണ്ട, പിന്നെ മരുന്ന് വിളിച്ചോ എന്തായാലും ഇങ്ങനെ പറയുന്നത് വേറൊന്നും നമ്മൾ കേട്ടിട്ടില്ല. അതാളങ്ങനെ പോകുന്നു. ചില ആൾക്കാർക്ക് എന്തായാലും ചില ആളുകൾ മരുന്ന് കുടിക്കാൻ പറയുന്നു, ചിലരുടെ ഞാൻ മാറ്റിയെന്ന് പറയുന്നു. അല്ലേ, അത് വേണ്ട, നിങ്ങൾക്ക് ആ രോഗം വേണ്ട, ഇങ്ങനെ അത് വേണ്ട, നിങ്ങൾ പോട്, അവിടെ പോകണ്ട, ഇത് ഇങ്ങനെയല്ലേ കേൾക്കുന്നുള്ളൂ നമ്മൾ പുറത്തുനിന്ന്. പിന്നെ ചിലർക്കൊക്കെ ഫലങ്ങളുണ്ടായില്ലേ, എല്ലാവർക്കും 100% ഫലം ഉണ്ടാവുമെന്ന് നമുക്ക് വിചാരിക്കാൻ കഴിയില്ലല്ലോ. ചിലർക്കൊക്കെ ഫലം കൊണ്ട് അൽഹംദുലില്ലാ നമുക്കും ചില കാര്യങ്ങൾ റായത്തായിട്ടുണ്ടായിരുന്നു. അതാണ്. പിന്നെ അതിനുശേഷം പിന്നെ ഒന്നും കൂടി കൊണ്ടുവരുന്ന ചോദിക്കട്ടെ, കുറച്ച് 2-3 കൊല്ലം കഴിഞ്ഞപ്പോൾ പിന്നെ ഒന്നും കൂടി 2 ദിവസത്തേക്ക് വന്നു. അന്നത്ര ആളുണ്ടായിരുന്നില്ല. 2 തവണ വന്നു. അങ്ങനെ അതാണ് നമ്മൾ തമ്മിലുള്ള ബന്ധം. പിന്നെ ഇടസ്ഥലത്തേലും കാണുമ്പോൾ അടുത്തെവിടെയും ഉണ്ടാകുമ്പോൾ ഞാൻ പോകും മുസാഫത്ത്. അടുത്ത സ്ഥലം എവിടെയെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ പോകും മുസാഫത്ത് ചെയ്യും. അപ്പോൾ നമ്മളെ ജോലി തിരക്കിൻ്റെ ഇടയ്ക്ക് പിന്നെ അങ്ങ് സ്ഥിരമായി പോകാൻ കഴിയില്ലല്ലോ. അങ്ങനെയാണ് പിന്നെ അവർ രാവിലെ ഒരാളെ വിളിച്ച് പറഞ്ഞത്, ഇങ്ങനെ നിങ്ങളെ അവിടെ വന്ന് വടവൂർ ഷേഖ് മരിച്ചു പോയിന്നുണ്ട്. വിളിച്ചു പറയുന്നു. അത് വിളിച്ചു പറയുന്നത് ഒരു ജമാഅത്തുകാരനാണ്, ജമാഅത്ത് ഇസ്ലാമിൻ്റെ. അപ്പോൾ നമ്മളെ അവരോട് ബന്ധമുണ്ടെന്ന് അറിയുന്നതുകൊണ്ട് ഇവിടെ വന്ന സ്ഥിതിക്ക് അയാൾ വിളിച്ചുകൊണ്ട് ഞാൻ അറിഞ്ഞേ, അല്ലെങ്കിൽ അറിയില്ല. അന്ന് റേഡിയോയിൽ വന്നതിനോ എന്നത് അറിയില്ല. പത്രത്തിൽ റേഡിയോയിലൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ജോലി തിരക്കിൻ്റെ ഇടയ്ക്ക് അത്ര ശ്രദ്ധിച്ചിട്ടില്ല. അയാൾ ഇങ്ങനെ രാവിലെ തന്നെ വിളിച്ചിരുന്നത്. ഇവിടെ ഒരു 8 മണിക്ക് വിളിച്ചായിരുന്നു. പോയിരുന്നോ? മാറാവില്ല, അവിടെ പോയി ഭയങ്കര തിരക്കും കാര്യമില്ലാന്നല്ലോ. എല്ലാത്തിനും പങ്കെടുത്തു. പിന്നെ നമ്മൾക്ക് നമ്മുടേതായ ആവശ്യങ്ങൾ ഷെയ്ഖുനോട് പറഞ്ഞിരുന്നോ? എന്തെങ്കിലും കാര്യങ്ങൾ? അതെ, നമ്മൾ വീട്ടിൽ വന്ന് ആവശ്യപ്പെടും, വീട്ടിൻ്റെ എന്തായാലും നമ്മുടേതായ എന്തെങ്കിലും ചില കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. അതിന് എല്ലാറ്റിനും ഫലം കണ്ടില്ലെങ്കിലും ചില കാര്യങ്ങൾക്ക് ഫലം കണ്ടിട്ടുണ്ട്. അള്ളാഹു അവരെ കൊണ്ട് കലാക്കിയിട്ടുള്ള കാര്യങ്ങൾ തികച്ചൊന്നും ആവില്ലല്ലോ. അത്ര കൂടുതലൊന്നും പറയാനുമില്ല. നമുക്കൊന്ന് അങ്ങനത്തെ ഇത്ര നല്ലൊരു ആളാന്നുള്ളത് നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുവരാനുള്ള ആഗ്രഹമാണ് മെയിൻ. അതുകൊണ്ട് വന്നു. അൽഹംദുലില്ലാ. എന്താണ് പിന്നെ ഞാൻ വടവൂർ മാണ്ടിലൊക്കെ അത്യാവശ്യം പോകാറുണ്ട്. എപ്പോഴും പോകില്ല. ഒരു ദിവസം ഞാൻ കോയ മുസ്ലിയാരെ വയലിന് ഏൽപ്പിക്കാൻ വേണ്ടി പോകുമ്പോൾ അവിടുത്തെ ഉറൂസാണ് MK കോയ മുസ്ലിയാർ. അവിടുത്തെ ഉറൂസ് മടവരുത്. ഉറൂസാണ്. അപ്പോൾ പിന്നെ അവിടെ എത്തി. ഉറൂസിനെത്തിയത് രാത്രി എത്തിയത് അതേ ഉള്ളൂ. ഇവരവിടെ പ്രസംഗം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അവിടെ പോയി കണ്ടു ദിവസമായിട്ട് കുറേ തറവാട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ട് ഇങ്ങോട്ട് പോകുന്നത് രാത്രി. പിന്നെ പോകുമ്പോൾ രാത്രി അത്യാവശ്യം പോകും. അവരുടെയൊക്കെ 4 ദിവസം നിങ്ങളുടെ വീട്ടിൽ താമസിച്ചപ്പോഴേ അവരുടെ ഇതെന്തായിരുന്നു? വീട്ടിൽ നേരിട്ട് നമ്മൾ വീട്ടിൽ 4 ദിവസം കൂടി വരാണല്ലോ. അവിടുത്തെ ഇതെങ്ങനെയായിരുന്നു? ഭക്ഷണം വളരെ ചുരുങ്ങിയ ഭക്ഷണം. പിന്നെ 1-2 തവണ കുളിക്കണം. പിന്നെ നിസ്കാര സമയത്ത് റൂമങ്ങ് പൂട്ടും. നിസ്കാര സമയത്ത് റൂം പൂട്ടും. എല്ലാവരും നിസ്കരിക്കുക, നമ്മൾ റൂം പൂട്ടും. അപ്പോൾ ആൾ പറയുന്നത് നിസ്കരിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്നും നമ്മൾക്ക് കാണാൻ കഴിയില്ല. മഹാന്മാരല്ലേ, റൂം പൂട്ടുമല്ലോ റൂം ഡോറടക്കാൻ വേണ്ടി ഡോർ പൂട്ടും. പിന്നെ നിസ്കരിക്കാത്ത ഒരാളാണെന്നും പറഞ്ഞ് സംസാര വിഷയമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അത് നമ്മളെ കാഴ്ചയിൽ അത് പെട്ടു. എല്ലാവരും പോയി നിസ്കരിക്കുക, റൂം അടച്ചെന്ന റൂം എല്ലാവരും പോയി നിസ്കരിക്കും. അതുകൊണ്ട് എന്നിട്ട് റൂം അടക്കും. റൂം അടക്കും. നമ്മൾ കേട്ടതാ. അതെയോ, കേട്ടത്. പിന്നെ നമ്മൾ നിസ്കരിക്കുന്നത് കണ്ടിട്ടില്ല. കണ്ടില്ലെന്ന് ചോദിച്ചാൽ പറയാൻ കഴിയില്ല. കണ്ടിട്ടില്ല. റൂം അടക്കുക കാണാൻ കഴിയില്ലല്ലോ എന്തായാലും സംഭവം എന്നുള്ളത്. പിന്നെ ഫാൻസിൻ്റെ ആളാന്ന് പറഞ്ഞാൽ സ്പ്രേയിൽ അടിച്ചുകൊണ്ടിരിക്കും. പൗഡർ ഇടും. പൗഡർ ഇടും. നല്ല ക്ലീൻ ഷേവാന്ന് അന്നേരം. ഷെയ്ഖുനാൻ അന്നത്തെ കാലത്ത് ആർക്കും തിരിഞ്ഞില്ല. തിരിഞ്ഞവർ ചെറിയ ആചാര്യനെ പോലുള്ള ആളുകളേ ഉള്ളൂ. അവർ ആ ചെറിയ ആചാര്യനെയും ആർക്കും മനസ്സിലായില്ല. അവരെക്കുറിച്ച് ഷെയ്ഖുന വലുതാ പറഞ്ഞു. അവരെ മനസ്സിലാകാതിരിക്കാൻ അവരും താടി പിടിച്ചിരുന്നു. വലിയ വലിയ മഹാന്മാരെ നമുക്കത് അറിയില്ല. കാരണം ഓരോരുത്തരും മശായിഖന്മാരും മഹാന്മാരൊക്കെ വഫാത്തായതിനു ശേഷമാണ്
അവരുടെ വലിപ്പം. കാരണം അന്ന് നമുക്ക് അല്ലേ മരണശേഷമാണ് ഇവർ റബ്ബേ ഇത്രയും വലിയൊരു മഹാനായിരുന്നു നമ്മളെ കിട്ടി. അതാ ഇവരെ വീട്ടിൽ കൊണ്ടുവരുന്ന സമയത്ത് നമ്മളത്ര കണക്കിലെത്തിയിട്ടില്ല. ഇങ്ങനെ ഒരു വലിയാണ് കാര്യങ്ങൾ. ചില ഷിഫയുണ്ട്, ചില ലോകത്തിന് ഷിഫയുണ്ട് നിങ്ങളെ പറഞ്ഞപ്പോൾ അത് കേട്ടപ്പോൾ നമ്മളൊന്ന് ഇവിടെ ആയിരിക്കും ഗുണം പഠിച്ചോട്ടെ സൈഡിൽ കൊണ്ടുവന്നതാ. അങ്ങനെ പല ഭാഗത്തു നാൾ വന്നിരുന്നു, ആയിരിക്കുമല്ലോ ഗുണം കിട്ടിയിട്ടുണ്ട്. ഗുണം ബന്ധപ്പെട്ട ഖലാസോട് ബന്ധപ്പെട്ടവർക്കെല്ലാം ഗുണം കിട്ടിയിട്ടുണ്ട്. അല്ലാതെ പരീക്ഷിക്കാൻ വന്നവർക്കൊന്നും കിട്ടിയിട്ടുണ്ട്. പരീക്ഷിക്കാൻ വരുമല്ലോ ഇയാൾ എന്താണെന്ന് അവർക്കൊന്നും കിട്ടുന്നത് കേട്ടില്ല. ഒന്നുകൂടെ പറഞ്ഞേ. പരീക്ഷിക്കാൻ വേണ്ടി പരീക്ഷിക്കാൻ വരുന്നവർക്ക് നേരത്തെ ഒരാളോട് സംസാരിക്കുമ്പോൾ കേട്ടതാ 30 ആളുകളുടെ പിന്നിൽ മടവൂർ ഷെയ്ഖുന ഇയാളെ കണ്ടിട്ടില്ല. 30 ആളുകളുടെ പിന്നിൽ വന്ന് നിന്ന ആളെ മേളിൽ നിന്ന് റൂമിലുള്ള ഷെയ്ഖുന പറയാം മൂപ്പൻ്റെ അടുത്ത് അയാളെ പിടിച്ച് പുറത്താക്കുമെന്ന്. ഇയാളെ കണ്ടിട്ടില്ല. പക്ഷെ പരീക്ഷിക്കാനായിട്ട് ഷെയ്ഖുന അടുത്ത് വരുന്നവർക്ക് പരിഹാരം എന്തായാലും ഉണ്ടാവില്ലല്ലോ. പക്ഷെ 100-ൽ ഞാനിപ്പോൾ ഇത്രയും ആളുകളോട് ബന്ധപ്പെട്ടില്ലേ, 100-ൽ ബന്ധപ്പെട്ടവരിൽ 100-ൽ 98% പരിഹാരമാണ് എല്ലാവർക്കും. പിന്നെ അള്ളാഹു ഖലാക്കുന്നതിൻ്റെ അപ്പുറത്തേക്ക് എന്തായാലും ഉണ്ടാവുള്ളൂ. ആ മഹാനെ കൊണ്ട് അള്ളാഹു ഒരാൾക്ക് എന്താ ഖലാക്കിയിട്ടുണ്ട് അതിന് തെളിവല്ലേ. കിഡ്നി ഇല്ലാത്ത ആളുകളും അതുപോലെ തന്നെ വലിയ വലിയ അസുഖങ്ങളായിട്ടും ഒക്കെ മാറ്റിയ ആൾക്കാർ, മരിച്ചവർ തന്നെ ഡോക്ടർ മെഡിക്കൽ കോളേജിൽ നിന്ന് ചുവപ്പ് മഷി വെച്ച് അവിടുത്തെ ഫയലിൽ മരിച്ചെന്ന് രേഖപ്പെടുത്തി അമ്പലക്കണ്ടി അസീസ് ഉസ്താദിൻ്റെ ഭാര്യ. അതുപോലെ തന്നെ പത്രത്തിൽ വന്നു, ആശുപത്രിയിലും എല്ലാവരും ഡോക്ടർമാരെല്ലാം മരണം സ്ഥിരീകരിച്ച്. ആ സമയത്താണല്ലോ CM വലിയ കാണാൻ പോകുന്നത്. ആര് പറഞ്ഞു അവർ മരിച്ചെന്നു? സുലേഹ മരിച്ചിട്ടില്ല, അത് സിഹറായിരുന്നു, ഞാൻ ബാത്തിലാക്കിയിട്ടുണ്ട്, 6 മണിക്ക് സംസാരിക്കും. ഇന്നും ആ ഉമ്മ ഹയാത്തിലുണ്ട്. ആ കബർ വെട്ടി പള്ളിയിൽ നിന്നുണ്ട്. അന്നാലോചിച്ച് നോക്കി. അമ്പലക്കണ്ടി, കോഴിക്കോട് അമ്പലക്കണ്ടി അസീസ്താദിൻ്റെ ഭാര്യ ഇന്നും ഹയാത്തിൽ. ആ ഉമ്മ ഉസ്താദായിട്ട് സംസാരിച്ച പുസ്തകം. അതിനുശേഷം എൻ്റെ ഭാര്യയ്ക്ക് ഒരു അസുഖമായിട്ട് ഒരു ആശുപത്രി കൊണ്ട് കിടത്തേണ്ട ഒരു ബുദ്ധിമുട്ട് വന്നിട്ടേ ഇല്ല. ഇന്ന് 7-6 മക്കളൊക്കെ ഉണ്ട് അവർക്ക്. കല്യാണം കഴിഞ്ഞ് 3 മാസം കഴിഞ്ഞ സമയത്താണ് ഈ സംഭവം നടക്കുന്നത്. അതായത് ഗുഹ്യഭാഗത്തും എല്ലാ ഭാഗങ്ങളിലും ബ്ലഡ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അങ്ങനെ പലയിടത്തും കൊണ്ടുപോയി ലാസ്റ്റ് മെഡിക്കൽ കോളേജ് കൊണ്ട് ഇട്ട് മെഡിക്കൽ കോളേജിൽ ഡോക്ടർമാർ അവസാനം മരണം സ്ഥിരീകരിച്ചു. ആ സമയത്താണ് നമ്മുടെ വീട്ടിൽ ഇതിൽ ചാനലുണ്ട്. ഒരാൾ പറഞ്ഞ് ഒരാൾ ആശുപത്രി വന്ന ഒരാൾ പറഞ്ഞു ഒരിടത്ത് ഭാര്യയ്ക്ക് എന്തായി, ഭാര്യ മരിച്ചെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ വാക്കൊന്നും കേൾക്കണ്ട, നിങ്ങൾ കോഴിക്കോട് മൂപ്പൻ്റെ വീട്ടിൽ CM വലിയ ഒന്നും അവരെ പോയി കണ്ടാളി എന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും ഷെയ്ഖുന ഈ ജനാസ കൊണ്ടുപോകണമെങ്കിൽ കുറച്ച് മയ്യത്ത് ഇവർ മരിച്ചെന്ന് പറയുന്ന ശരീരം കൊണ്ടുപോകണമെങ്കിൽ മെഡിക്കൽ സ്റ്റോറിൽ ഒരു 50,000 റുപ്യോളം അടക്കാനുണ്ട്. 50,000 റുപ്യ ഈ മരുന്ന് മേടിച്ച് അതുകൊണ്ട് അളിയൻ ഇവിടെ എത്തണം. അപ്പോൾ അളിയൻ അത് എത്തണമല്ലോ എന്നുള്ള നിലക്ക് അവിടെ വെയിറ്റ് ചെയ്തതാണ്. ആ സമയത്താണ് ഇദ്ദേഹം പറഞ്ഞിട്ട് ഷെയ്ഖുനെ കാണാൻ പോകുന്നതും. CM വലിയ കണ്ടപ്പോൾ CM വലിയ ആരാ പറഞ്ഞത് മരിച്ചെന്ന്, അവർക്ക് സിഹറായിരുന്നു, ഞാൻ ബാത്തിലാക്കിക്കുന്നു, സിഹർ അവർ ചെയ്തുകൊണ്ടേയിരിക്കുന്നു, ഞാൻ ഇവിടുന്ന് ബാത്തിലാക്കുന്നുണ്ട്, 6 മണിക്ക് സംസാരിക്കുന്നു. അങ്ങനെ അതുകൊണ്ട് 6 മണിക്ക് സംസാരിച്ച് ഇന്നും ആ ഉമ്മ ഹയാത്തിലുണ്ട്. ഇത്രയും വലിയ അനുഭവങ്ങളുണ്ട്. ശരിക്കും പറഞ്ഞാൽ മുഹിയുദ്ദീൻ മാല എങ്ങനെയാണോ അതാണ് ഇന്ന് CM വലിയുടെ ജീവിതം. എന്തായാലും അൽഹംദുലില്ലാഹ് ഇവിടെ വരാനും ഇവരെ കാണാനും അള്ളാഹു ഒരു നിമിത്തം അല്ലേ, തൗഫീഖ്. എന്തായാലും ഒട്ടും പ്രതീക്ഷിച്ചില്ല. നമ്മൾ ഒന്നൊരു കോള് പോലുമില്ല, വഴി മനസ്സിലാക്കി ചോദിച്ചും പറഞ്ഞ് ഇവിടെ വന്നു. അൽഹംദുലില്ലാഹ് ഷെയ്ഖുനായുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും വീട്ടിൽ വന്ന കാര്യങ്ങളൊക്കെ നമ്മളോട് പങ്കുവച്ചു. ഇൻഷാ അല്ലാഹ് നിങ്ങളൊക്കെ ഈ കാഫില കാണുന്ന കുടുംബങ്ങളൊക്കെ ഇവർക്കും കുടുംബത്തിനും വേണ്ടി പ്രത്യേകം ദ്വാരക്കുക. അതുപോലെ നമ്മുടെ പ്രവർത്തകർ, നമ്മുടെ കൂടെ ഉള്ളവർ എല്ലാവർക്കും ദ്വാരക്കുക. ഇൻഷാ അല്ലാഹ് പുതിയൊരു അനുഭവം കാണുന്നവരെ ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. മലബോധം തന്നു മദിനമ്മിൽ വന്നു.